ഹായ്. അപ്പം ഇന്ന് അപ്പം ഞാൻ വീണ്ടും ഈ ബീനി എടുത്തിട്ടിട്ടല്ലേ. അപ്പം ഇന്ന് ജിം വർക്കൗട്ടല്ല. നമ്മൾ 2 ദിവസം ജിം വർക്കൗട്ട് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ റണ്ണിങ്ങിന് പോവാണ്. ഓക്കെ. അപ്പം ഞാൻ രാവിലെ പോകാമെന്ന് വിചാരിച്ചത്. പക്ഷേ രാവിലെ എണീച്ചെങ്കിലും മഴ, നല്ല മഴ വെച്ചാൽ നല്ല മഴ. അതായത് നമ്മൾ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ഷൂ ഉണങ്ങൂല വേഗം. അപ്പോൾ ഓക്കെ, അപ്പം നമുക്ക് വേഗം റണ്ണിങ്ങിന് പോകാം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:30 സോ നമുക്ക് അതായത് ഒരു 1.1 കിലോമീറ്റർ, അതായത് ഇവിടെ ഒരടുത്തുണ്ട് ഒരു സ്ഥലം, ഒരു ജംഗ്ഷൻ വരെ ഉണ്ട് നമ്മൾ ഓടുന്നത്. ഓക്കെ, മെല്ലെ ഓടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ നടക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടം നിർത്തിയിട്ട് കുറേ ആയി. പിന്നെ നമ്മൾ പ്രോ റണ്ണറും അല്ല. അപ്പം ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഇവിടുന്ന്. ഓക്കെ, അപ്പം ഷൂ ഇടാം. അപ്പം നമ്മൾ റണ്ണിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഷൂ എന്ന് വെച്ചാൽ അഡിഡാസിൻ്റെ ഗാലക്സി 7 ഷൂ ആണ്. അപ്പം എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോപ്പി വാങ്ങുന്നതിനെക്കാട്ടും എത്രയോ നല്ലതാണ് ബ്രാൻഡഡ് വാങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്യും, നല്ല രീതിക്ക് ലാസ്റ്റ് ചെയ്യും. സോ നിങ്ങളും കോപ്പി ഷൂസ് വാങ്ങാം, കുഴപ്പമില്ല. പക്ഷേ എന്ന് വെച്ചാൽ പ്രൈസ് ഒന്നും കുറവായിരിക്കും. നിങ്ങൾ കുറഞ്ഞ പ്രൈസ് നോക്കിയിട്ടായിരിക്കും കോപ്പി ഷൂസ് കാര്യങ്ങൾ വാങ്ങുക. അതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് ഒരു ബ്രാൻഡഡ് ഷൂ വാങ്ങിയാൽ ഒരു 4-5 കൊല്ലം ഇത് നോക്കിക്കോളും. ഓക്കെ, 4-5 കൊല്ലം നിങ്ങൾക്ക് ഇതിൽ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോപ്പി ഷൂ എടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ബ്രാൻഡഡ് ഷൂ എടുക്കാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു കോപ്പി ഷൂ വാങ്ങിയാൽ ഏറിപ്പോയത് 3-4 മാസമേ നിൽക്കൂ. സോ നിങ്ങൾക്ക് ഷൂ മാറ്റിക്കൊണ്ടിരിക്കണം. ഓക്കെ, എന്തായാലും നിങ്ങളൊരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കോപ്പി ഷൂസ് മാറ്റി ഏകദേശം ഇതിനേക്കാളും പ്രൈസ് ആവും. ഓക്കെ, അതിനേക്കാളും എത്രയോ നല്ലതാണ് നിങ്ങൾക്ക് ഷൂ മാറ്റിയും വേണ്ട ഒരു ബ്രാൻഡഡ് ഷൂ വാങ്ങുക, എന്നിട്ട് റണ്ണിങ്ങിന് യൂസ് ചെയ്യാം. നമുക്ക് എന്തായാലും ഇട്ടിട്ട് വേഗം റണ്ണിങ്ങിന് പോവാം. സമയം ലേറ്റ്, മഴയും പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഷൂ ഇടാം. ഓക്കെ, ഷൂ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് റൺ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ലൈറ്റായിട്ട് വാംപ്പ് ചെയ്യണം. അപ്പം നമ്മളെ വാമ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് കുറച്ച് നടക്കാം, കുറച്ച് ഓടാം. കാരണം നമ്മൾ കുറേ ആയി ഓടിയിട്ട് പെട്ടെന്ന് തന്നെ ഓടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് പിടിക്കും. ചാവുന്നുണ്ട്, നല്ല കതപ്പ് വെച്ചാൽ നല്ല കതപ്പ്, തെക്കുന്നില്ല കതപ്പ്. കുറേ നാളായി ഓടിയിട്ട് അതുകൊണ്ടാ നമ്മളിങ്ങനെ നടക്കുക. നടന്ന് കുറച്ച് നടക്കാം, കുറച്ച് ഓടാം. അത് നമ്മളിപ്പോഴത്തെ പ്ലാൻ. നമ്മളെപ്പോഴും പണ്ട് ഓടുന്ന സമയത്ത്, അതായത് ഓടാൻ പോകുന്ന സമയത്ത് വന്നിരിക്കുന്ന റെസ്റ്റിംഗ് ബെഞ്ച്, ഇതിൻ്റെ അപ്പുറം ഒരു തോടാണ്. ഈ ചൂടത്തേയിൽ മുങ്ങാൻ തോന്നുന്നു, പക്ഷേ നല്ല വെള്ളമായിരിക്കും അറിയില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഓടാൻ തുടങ്ങിയുള്ളൂ. അപ്പോൾ തന്നെ നല്ല കതപ്പാന്ന് വെച്ചാൽ നല്ല കതപ്പ്. കാരണം വെച്ചാൽ ഒട്ടും ഓടാൻ പറ്റാത്ത അവസ്ഥ പോലെയുണ്ട്. പക്ഷേ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ ഇന്നലെ മിനിയാന്ന് ജിമ്മിലും ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ഇനി നമുക്ക് ഗണേശ മുക്ക് വരെ ഓടാനുണ്ട്. ഗണേശ മുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടുത്തായി. സോ നമ്മൾ ചെറിയ ഡിസ്റ്റൻസ് ഓടാമെന്ന് വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്രേ. അപ്പം ചെറിയ ഡിസ്റ്റൻസ് കുറച്ച് ഓടുകയും കുറച്ച് നടക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങിയോടെ തന്നെ നല്ല ഡിസ്റ്റൻസിൽ ഓടരുത്. സോ നമ്മളെ ബോഡി അതിന് അഡാപ്റ്റായിട്ട് വരണം. ഓക്കെ, നേരെ ഫിനിഷിങ് പോയിൻ്റ്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കും. നമ്മളെ ഫിനിഷിങ് പോയിൻ്റ് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ലൊരു വ്യൂ ആണ്. ഉണ്ടോ, കുളക്കോയിൽ നിൽക്കുന്നത്. റെസ്റ്റ് എടുത്തുവിടാ പോവാ. അധികം റെസ്റ്റ് പാടില്ല. റെസ്റ്റ് എടുക്കേണ്ട വിചാരിക്കും. പക്ഷെ റെസ്റ്റ് എടുത്തു പോകും. എങ്ങനെയായാലും
റെസ്റ്റ് എടുത്തു പോകും. അതെന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഓടാൻ പറ്റുന്നില്ല. കുറേ നാൾ ഓടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാവുക. നമ്മളൊന്നാമത് കുറേ ആയി ഓടിയിട്ട്, പിന്നെ നമുക്ക് നല്ലോണം തടി കൂടിയിട്ടുണ്ട്. അതായത് 80 കിലോ ആണ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മൾ 2 മാസം നല്ല രീതിക്ക് ഫുഡ് കഴിച്ചിന് തന്നെ ഞാൻ പറയാം. അതായത് എണ്ണ പലഹാരമാണോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡാണോ ഏറ്റവും കൂടുതൽ കഴിച്ചതെന്ന് വെച്ചാൽ എല്ലാം കഴിച്ചിന്. പുറത്തുനിന്ന് എണ്ണ പലഹാരവും പുറത്തുനിന്നുള്ള ഫുഡും എല്ലാം കഴിച്ചിന്. വീട്ടിൽ നിന്ന് അധികം കഴിക്കറേ ഉണ്ടായിട്ടാണ്. സോ അതെല്ലാം നമുക്കിനി മാറ്റണം. അതെല്ലാം മാറ്റി നിർത്തി. അതായത് ഇനി കുറച്ച് കഴിക്കൂ. പിന്നെ ശനി ഞായറും മാത്രമേ അങ്ങനെ കഴിക്കൂ. ഓക്കെ, നമ്മൾ ഈ ഒരു തോട് ഒഴുകിപ്പോകുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാനിവിടെ പറഞ്ഞു നിർത്തി വെച്ചാൽ നമ്മളത് കഴിക്കുന്നത് കുറക്കണം. 2 ദിവസം ജിമ്മും പിന്നെ ഒരു ദിവസം റണ്ണും, പിന്നെ ആദ്യം 2 ദിവസം ജിമ്മും പിന്നെ ഒരു ദിവസം റണ്ണും, പിന്നെ റണ്ണ്, അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. റണ്ണിങ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പം അതുപോലെ പ്ലാൻ പോലെ നമുക്ക് നടന്നിട്ടെങ്കിലും, അതായത് അത്യാവശ്യം നമുക്ക് ആ പ്ലാൻ വരെ എത്തിക്കാൻ നോക്കാം. സോ ട്രൈ ചെയ്യാം, നമുക്ക് കയ്യോ ഇല്ലയോ എന്ന് ട്രൈ ചെയ്യാം. ആയിട്ടില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. സോ നമുക്ക് അതുവരെ ട്രൈ ചെയ്യാം. ഓക്കെ, അതായത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ പകുതിയും കൊണ്ട് ട്രൈ ചെയ്യണം. ഓക്കെ, സോ അതിൻ്റെ ബാക്കിൽ കുറേ വണ്ടികളും അടുത്ത് കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. അതായത് ഞാൻ തൊപ്പിയും ഷൂ ഒക്കെ ഇട്ട് ആരായി ഇങ്ങനെയൊക്കെ വ്ളോഗ് ചെയ്യുന്ന ആരാന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. സോ എനിക്ക് ഈ ഭാഗത്തിലെ 2-3 ഫ്രണ്ട്സും കാര്യങ്ങളെ അറിയൂ. അതായത് ഈ ഭാഗത്തിലെ എല്ലാവരെയും എനിക്കറിയില്ല. ഓക്കെ, അങ്ങനെയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇരുന്നിടത്തായി പോകും. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നത്. പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം റെസ്റ്റ് എടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആദ്യം തുടങ്ങാം. നമ്മൾ റെസ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടേ നിർത്തും. ഓക്കെ, ലെഫ്റ്റ് സൈഡിലൊരു വീടുണ്ട്. അടുത്ത പട്ടി തന്നെ എപ്പോൾ കണ്ടാലും കുറക്കും കേട്ടോ. കണ്ട ചത്ത് അടിപൊളിയായിട്ടെന്ന് വെച്ചാൽ അടിപൊളിയായിട്ടും ചത്തെന്ന് പറഞ്ഞാൽ ചത്ത്. വിമാനം പോണെന്ന് കാണിച്ചാലതാ കാണുമറിയില്ല. സോ ഗൈസ്, അപ്പം നമ്മുടെ റണ്ണിങ് കഴിഞ്ഞു. ടയർഡായ വെച്ചാൽ നല്ല ടയർഡായി എന്ന് വെച്ചാൽ നമ്മൾ കുറേ കാലമായി ഓടിയിട്ട്, കുറേ കാലം നടന്നിട്ട്. എപ്പോഴും നമ്മൾ പോകുമ്പം എവിടെയെങ്കിലും സ്ഥലത്ത് പെട്ടെന്ന് പോകുമ്പോൾ വണ്ടി എടുത്തിട്ട് പോലെ, അതായത് ഇവിടുന്ന് ഷോപ്പിലേക്ക്, അതായത് തൊട്ടടുത്തുള്ള പീടികയിലേക്ക് പോകാൻ വരെ ഞാൻ വണ്ടി എടുത്തിട്ടാണ് പോലും. സോ അതൊക്കെ മാറ്റണം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് മടിയുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ കുറച്ച് മടിയുണ്ടായിരുന്നു. അപ്പം പിന്നെ മഴയും കൂടെ വന്നുകൊണ്ട് ആ മടി കൂടുകയും ചെയ്തു. പക്ഷേ ഇനി അങ്ങോട്ട് രക്ഷയില്ല മടിക്ക്. കാരണം നമ്മൾ ഇനി മഴയായാലും വെയിലായാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, നിങ്ങളും എക്സസൈസ് ചെയ്യുക. അതായത് ആഴ്ചയിൽ ഒരു 3-4 വട്ടം നിങ്ങൾക്ക് പറ്റുന്ന പോലെ എക്സസൈസ് ചെയ്യുക. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും, ജിമ്മിൽ നിന്ന് ചെയ്യാൻ പറ്റും, നടന്ന് എക്സസൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്ക് റണ്ണിന് പോകാൻ പറ്റൂ, എനിക്ക് ജിമ്മിന് പോകാൻ പറ്റൂ, എനിക്ക് ബാക്കി എന്തെങ്കിലും വർക്കൗട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു വ്ളോഗ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമ്മൾ വിചാരിച്ചാലേ നമ്മളെക്കൊണ്ട് പറ്റുള്ളൂ. അതായത് നമ്മളെ കൊണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കളിയാക്കി ഇവർ കളിയാക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കരുത്. അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുക. ഓക്കെ, എന്ത് തന്നെ ആയാലും ചെയ്യുക. ബാക്കിയുള്ളവർ കളിയാക്കോട്ടെ, അത് മൈൻഡാക്കണ്ട. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് ഈ കളിയാക്കലും ഈ സംഭവങ്ങളൊക്കെ ഇതായി തോന്നുള്ളൂ, പ്രശ്നമായി തോന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് ശീലമായി കഴിഞ്ഞാൽ, അതായത് ഈ കളിയാക്കൽ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിന്നെ അത് കളിയാക്കിക്കോട്ടെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാമെന്നില്ല ഒരു മൈൻഡിലേക്ക് ഉറച്ച് നിൽക്കും. ഓക്കെ,
അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. ഓടാൻ പോകുന്നവർ ഓടാൻ പോവുക, അതുപോലെ ജിമ്മിന് പോവുക. നിങ്ങൾക്ക് എന്താണോ ലൈഫിൽ ഇഷ്ടം, അതായത് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് ട്രിപ്പിന് പോവുക തന്നെ. ഈ റണ്ണിങ്ങിനൊന്നും ഒരു വയസ്സെന്ന് പറഞ്ഞത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതായത് ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിലും കാര്യങ്ങളിലും കണ്ടായിരുന്നു, അതായത് വയസ്സായ ഒരു അപ്പൂപ്പൻ വരെ നല്ല ഷേപ്പിലെ മസിൽ, അതായത് നല്ല ഷേപ്പിലെ ബോഡിയും കാര്യങ്ങളും, ആൾ നന്നായി റണ്ണിങ് ചെയ്യുന്നുണ്ട്, ആൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതും പബ്ലിക് ജിമ്മില്ലേ, നമ്മളെ പബ്ലിക് ജിമ്മിലാണ് പുള്ളിക്കാരൻ വർക്കൗട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ ഷേപ്പ്, ബോഡീൻ്റെ ഷേപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. സോ അങ്ങനെയൊക്കെ നമ്മളൊക്കെ ആക്കണമെന്ന് നമ്മൾക്കും ആഗ്രഹം ഉണ്ടാവും, അതുപോലെ തന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം നിങ്ങൾ മെനക്കെട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു നല്ല ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നിങ്ങളെ കുടവര ഓർക്കാൻ പറ്റില്ല. സോ ഇതൊരു നമ്മളെ ഹാബിറ്റായിട്ട് കൊണ്ടു നടക്കാം. ഓക്കെ, നമ്മൾ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് സ്വാഭാവികമായിട്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യാത്ത കാര്യം ചെയ്തു കഴിഞ്ഞാൽ ബോറടിക്കും. ഓക്കെ, ഒരാഴ്ച ചെയ്യുമ്പം പിന്നെയും ബോറടിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെയ്യുക. ആദ്യം നിങ്ങൾ ഇപ്പോൾ റണ്ണിങ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ പറയാം, ആദ്യം നിങ്ങൾ കുറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കും. ഫസ്റ്റ് ദിവസം നിങ്ങൾ വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് മടുക്കും. അപ്പോൾ നിങ്ങൾ ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെക്കുക. ഓക്കെ, അതായത് കുറച്ച് നടക്കുക, കുറച്ച് ഓടാം, അല്ലെങ്കിൽ കുറച്ച് ദൂരം ഓടാം, എന്നിട്ട് തിരിച്ചു വരാം. അങ്ങനെ ദൂരം കൂട്ടി അതായത് നമ്മളെ ദിവസം ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് വെച്ച് കൂട്ടി പോവാം. അങ്ങനെയാണ്. അല്ലാണ്ട് ഫസ്റ്റ് തന്നെ വലിയ സ്റ്റെപ്പ് എടുത്ത് വെക്കരുത് നമ്മൾ. ഓക്കെ, ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് വലുതിലേക്ക് എത്തുക. അങ്ങനെയാണ് നമ്മളെ പ്ലാൻ പോകേണ്ടത്. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മടുക്കും. പിന്നെ നിങ്ങൾക്ക് നിർത്താൻ തോന്നും. സോ ഫസ്റ്റ് ഉണ്ടായ ഒരു ഇതുപോലും നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. അതായത് നിങ്ങൾ ജിമ്മിന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്ന് തന്നെ നല്ല ബോഡി ബിൽഡ് ചെയ്യുക, അതായത് 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ല ബോഡി ബിൽഡ് ചെയ്യുക എന്നാണ് പലരും ചിന്തിക്കുന്നത്. സോ അങ്ങനെ ആവില്ല. നമുക്ക് 2 മാസം കൊണ്ട് ഒരാൾക്കും വലിയ രീതിക്ക് ബോഡി അടിപൊളിയായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. മാറ്റാൻ പറ്റുന്നവരുണ്ടാവും. അവർ ജെനറ്റിക്സിനെ സംബന്ധിച്ചിരിക്കും ആ കാര്യങ്ങൾ. പിന്നെ അവർ എടുക്കുന്ന പ്രോട്ടീൻ കാര്യങ്ങൾ, സ്ലീപ്പ് കറക്റ്റാണോ, വർക്കൗട്ട് കറക്റ്റാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായ മാത്രമേ. സോ ഗൈസ്, അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സ്റ്റോറേജ് ഫുള്ളായി. അപ്പം അങ്ങനെ ലിമിറ്റഡ് ടൈമിൽ ഒരു ബോഡി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നല്ല പണിയാണ്. ചിലവർ ജെനറ്റിക്സ് കൊണ്ട് അവർക്ക് വേഗം ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ, സ്ലീപ്പ് അതൊക്കെ കറക്റ്റ് ആയാൽ അവർക്ക് വേഗം ഒരു നല്ല ബോഡി അച്ചീവ് ചെയ്യാൻ പറ്റും. എന്നാലും സമയം എടുക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ബോഡി ഉള്ളവർ, നല്ല കട്ടിങ്സും കാര്യങ്ങളും ഉള്ളവരെല്ലാം കാണും. സോ അവരൊക്കെ സ്റ്റിറോയിഡ് എടുക്കുന്നവരായിരിക്കാം. ചിലവർ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് അവർ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഈ ടൈപ്പ് ഓഫ് ബോഡി അതായത് നിങ്ങൾ ഇങ്ങനത്തെ തരത്തിലുള്ള ബോഡി കണ്ടിട്ട് നിങ്ങൾ ആവേശം മൂത്തിട്ട് ജിമ്മിന് പോകും. അതായത് ആ ഒരു ആവേശം വന്നിട്ട് നിങ്ങൾ ജിമ്മിന് പോകും. അപ്പം നിങ്ങൾ വിചാരിക്കും 2 മാസം കൊണ്ട് എനിക്ക് ഇങ്ങനെയാവും, നല്ല ഷേപ്പാക്കാം. ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ നല്ല പണിയാണ്. അതായത് ചെറിയ പണിയൊന്നുമല്ല. നല്ല രീതിക്ക് എല്ലാം കറക്റ്റായിട്ട് നോക്കണം. പിന്നെ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ആ പഠിപ്പും ഒരുപോലെ കൊണ്ടുപോകണം, അതുപോലെ ഇതും ഒരുപോലെ കൊണ്ടുപോകാൻ നോക്കണം. ഓക്കെ, നിങ്ങളെല്ലാവരും എക്സസൈസ് ചെയ്യണം എന്ന് ഞാൻ 100 വട്ടം പറയാം നിങ്ങളോട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ വളരെ മാറി. സോ പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ എല്ലാവരും, അതായത് എൻ്റെ ഈ തറവാട് വീട്ടിൽ ഇവർ 9 മക്കളായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇവർ മക്കളും ബന്ധുക്കളും എല്ലാവരും പണിയെടുത്തിരുന്നു. ഇവർക്ക് കുറേ കൃഷികളും നെയ്ത്തും പശുവിനെയും അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം ഇവരൊക്കെ പണ്ടത്തെ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം അങ്ങനത്തെ ഒന്നും പണിയെടുക്കേണ്ടി വരുന്നില്ല. പണ്ടില്ലവർക്ക് ജീവിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കണമായിരുന്നു. അവർക്ക് അതിൽ നിന്ന് പൈസ കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് അന്ന് ജീവിക്കാനുള്ള ഇതുണ്ടായിരുന്നുള്ളൂ. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെ ജനറേഷനിൽ വരുമ്പോഴും നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. സോ നമുക്ക് ഇപ്പം ഒരു നല്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇപ്പം എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇപ്പം ഓപ്പർച്യൂണിറ്റികൾ കൂടുതലാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ അതിനോടനുസരിച്ച് മാറും. നമ്മൾ സിറ്റികളിൽ പോയാൽ നമ്മൾ ഫുഡ് വെക്കുന്നതിനെക്കാട്ടും കൂടുതൽ നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുക. ഞാനടക്കം ഇവിടുന്ന് തന്നെ പുറത്തുനിന്ന് തന്നെ അധികം കഴിക്കൽ. ഇപ്പോൾ ആയിട്ട് കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. സോ കഴിഞ്ഞതിൻ്റെ
2-3-4 ദിവസത്തെ മുന്നത്തെ വ്ളോഗ് ഉണ്ടാകാൻ തരാൻ ഞാൻ പുറത്തുനിന്നാണ് കഴിക്കുന്നത്. സോ അതിനി കുറച്ചുകൊണ്ട് വരണം. ഓക്കെ. സോ അപ്പം നമ്മൾ ഓടി വന്ന പാടും വെള്ളം കുടിക്കരുത്. നിങ്ങളുടെ കതപ്പ് ഫുള്ളായിട്ട് നിന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പം അങ്ങനെ ചെയ്യുക. നിങ്ങൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നിങ്ങൾ പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അതായത് ഫസ്റ്റ് തന്നെ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യരുത് നിങ്ങൾ. അതായത് എനിക്ക് ഇത്ര വലിയ ബോഡി ഇതാക്കാം, ഇത്ര ഇൻസ്റ്റാഗ്രാം കാണുന്ന പോലെ അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന പോലെ എനിക്ക് ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ മര്യാദക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മര്യാദക്ക് നിങ്ങൾ ജിമ്മിൽ പോവുക. സോ നിങ്ങളെ ഉറക്കം, ഇപ്പോൾ എല്ലാവരും ഈ ഞാനടക്കം ചില സമയമൊക്കെ ഫോണിലാണ്. ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും സ്ലീപ്പ് സൈക്കിൾ മാറി, എല്ലാവരും മാറി, അത്യാവശ്യം എല്ലാവരും മാറി. സോ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യുക. അപ്പം നേരം ഇരുട്ടായി വരുന്നുണ്ട്. അപ്പം അതാണ് കാര്യങ്ങൾ. ഓക്കെ. നിങ്ങളെ തന്നെ ഓരോ ഇതിലേക്ക് അതായത് നല്ല കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. സോ ബാക്കി ആരും നിങ്ങളെ ഒന്നും, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യായിരിക്കും, പക്ഷേ നിങ്ങളെ സേവ് ചെയ്യാൻ നിങ്ങളെ കാര്യം തന്നെ നോക്കേണ്ടി വരും. നിങ്ങളെ ഫാമിലി തന്നെ കെട്ടിപ്പടുക്കേണ്ടി വരും. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ജിമ്മിന് പോകാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ റണ്ണിങ് ഇഷ്ടമാണെന്ന് കാര്യം, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് തരം എക്സസൈസാണോ ഇഷ്ടം, നിങ്ങൾ അത് ചെയ്യാൻ നോക്കുക. റിസൾട്ട് ഇപ്പോഴേ പ്രതീക്ഷിച്ച് നിൽക്കരുത്. നമുക്ക് 2 ദിവസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, 6 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ 5 വർഷമോ എടുത്തേക്കാം. സോ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. സോ അപ്പം ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുക. ഇതിലും നല്ല വ്ളോഗായിട്ട് നാളെ കാണാം. സോ ബൈ.